ഹോസ്റ്റലിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് ചായ വരെ ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്നാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം വരാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ അളവെടുപ്പൊക്കെ ആയിരുന്നു ഇന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലാബായിരുന്നു. ലാബിൽ ചെന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ ലാബിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ഒരേ ഒരു കാര്യം സൂചി കുത്താൻ വേണ്ടിയിട്ടാണ്. കുത്തുന്നത് വരെ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. കുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പിന്നെ കൂളാണ്. അതിയുടെ ആണെങ്കിൽ ഇന്ന് ഒരിക്കലും ഇല്ലാത്ത പോലെ ആയിരുന്നു ചോര വന്നിട്ടിരുന്നേച്ചാൽ. അവർക്ക് 2 ഷീറ്റ് പേപ്പറൊക്കെ വേണ്ടി വന്നു. ആവശ്യമില്ലാഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ചോര വരുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ എന്താ ലാവിഷായിട്ട് ചോര കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വരുമ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ചാലോ എന്നൊരു ചിന്തിക്കാറുണ്ട്. അത് പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കുത്തനാണെങ്കിൽ എനിക്ക് വീടില്ലാന്ന് വിചാരിക്കേണ്ട. എൻ്റെ കാര്യം പറയാതിരിക്കണതാണ് നല്ലത്. കാര്യമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഭാവത്തിന് 1, 2, 3 തവണയൊക്കെ കുത്തിയിട്ടായിട്ട് ചോര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും വരുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ ഉടായ്പൊക്കെ കാണിച്ചിട്ടാണ് ആ ലാബിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. ചോര എങ്ങനെയെങ്കിലും വരുത്താൻ നോക്കാം. കുത്തണ കാര്യമുണ്ട് അവിടെ ഏറ്റവും പ്രശ്നം. കുത്താൻ വേണ്ടി ഞങ്ങൾ ആ ലാബ് തല കുത്തി വെക്കും. അതുമാതിരി ഒച്ചയിൽ രണ്ടാമത് കുത്താൻ പറഞ്ഞതിൻ്റെ ദേഷ്യോട്ടോ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയും കുത്തേണ്ടി വന്നു. ലാസ്റ്റ് ഇതേപോലെ ഞെക്കി ചോര എടുക്കേണ്ടി വന്നു. കുത്തി ഞങ്ങൾക്കും കുത്തി കിട്ടി അവർക്കും മതിയായ അവസ്ഥയായിരുന്നു. അടുത്ത പിന്നെ എൻ്റെ ആയിരുന്നു. എൻ്റെ കൈയാണെങ്കിൽ ഭയങ്കര ചെറുതും ഭയങ്കര സോഫ്റ്റുമാണ് അടുത്ത സ്ഥലം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേദനയാണ് ആ കുത്തുന്ന ടൈം. പിന്നെ ഞാൻ ഓക്കെയാണ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുവരെയുള്ളൊരു പ്രശ്നമുള്ളൂ കേട്ടോ. കണക്കിൽ വിദഗ്ധന്മാരായതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാൻ വേറെ ആളെ പുറത്തുനിന്ന് ഇറക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ കാൽക്കുലേഷനൊക്കെ ചെയ്തു നേരെ ഹോസ്റ്റലിൽ ചെന്നു. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരും കാണാൻ മറക്കരുത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം. അപ്പം ചാച്ച.